ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇത് ഞങ്ങളൊരു ദിവസം വെറുതെ ഒരു ഡ്രൈവിന് പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചാലോ? അപ്പോൾ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ സംസാരിക്കാൻ പോണത്. ഇപ്പോൾ പൊതുവേ നമ്മളൊരു ബോയ്സ് ഗ്യാങ് അല്ലെങ്കിൽ ഗേൾസ് ഗ്യാങ് ഒക്കെ കൂടുമ്പം ജനറലി പല ടോക്സും ഉണ്ടാവുമല്ലോ. അതിൽ ആൺകുട്ടികളെ ഒരു ഗ്രൂപ്പ് കൂടുമ്പം അവർ ഈ പിന്നെ പല ലോകത്ത് നടക്കുന്ന പല കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളിലായിരിക്കും അവരെ സംസാരങ്ങൾ എത്തിപ്പെടുക. പക്ഷേ ഗേൾസിൻ്റെ ഡിസ്കഷൻ എപ്പോഴും ഒരേ കാര്യത്തിലാണ് ചെന്ന് അവസാനിക്കുക. അതെന്തായിരിക്കും? ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം ഏകദേശം അവരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്കും മാരേജ് കഴിയും. പിന്നെ അവരവരുടെ ഒരു 20, 21, 22 ആ ഒരു ഏജിൽ അവർ ഫാമിലി ലൈഫിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ യൂഷ്വലി ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അവർ ആ ഫാമിലി ലൈഫായിട്ട് ഭയങ്കര ബിസി ആയിപ്പോവും. പിന്നെ നമുക്കിതുപോലെ ഗെറ്റ് ടുഗെദേഴ്സോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഉള്ള മീറ്റിങ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മേ ബി നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് 6, 7, 8, 10 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ടാവുക. ആ മീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഇടയ്ക്ക് മിസ്സായ ഈ വർഷങ്ങളുണ്ടല്ലോ, ഈ വർഷങ്ങളിൽ നമുക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഡിസ്കഷനാണ് ആദ്യം വരിക. അപ്പോൾ ഒരു 90s കിഡ് എന്ന രീതിയിൽ എൻ്റെ ഫ്രണ്ട്സിൽ എനിക്ക് എപ്പോഴും കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ആ വീട്ടിൽ കയറി ചെന്നതിന് ശേഷം അവിടുത്തെ ഇൻലോസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചാണ്. അതിലൊരു 90% ആളുകൾ ഇൻലോസ് കാരണം ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നിട്ടുള്ളവരാണ്. പക്ഷേ ആ ഒരു ഏജിലെ ഇമ്മെച്യൂരിറ്റി കാരണം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയില്ല. പലപ്പോഴും അത് ഭയങ്കര ഒരു ഫിയറായിട്ടും അല്ലെങ്കിൽ വല്ലാത്തൊരു ട്രോമ ആയിട്ടൊക്കെയാണ് നമ്മളെ മൈൻഡിലുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ വർഷങ്ങളോളം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഒരു ട്രോമൻ്റെ കാര്യം നമ്മൾ ഷെയർ ചെയ്യാൻ കാരണം. എൻ്റെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഇൻലോസിൻ്റെ ഇടപെടൽ കാരണം ഡിവോഴ്സിൻ്റെ വക്കിൽ വരെ എത്തി. അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, അവൾ ഇപ്പോൾ പുതിയ വീടൊക്കെ എടുത്ത് മാറി താമസിച്ചതാണ്. പക്ഷേ അവൾ പറയണത് വീണ്ടും ഇൻലോസിനെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് പോകുമ്പം എവിടെ നിന്നൊക്കെ ഒരു പേടിയും ഒരു വയറുവേദനയൊക്കെ. അതുപോലെ വേറൊരാൾ പറഞ്ഞത്, അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ എൻ്റെ മദർ ഇൻ ലോ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ വരെ എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ് വന്ന കുട്ടിക്ക് ഇങ്ങനെയൊക്കെ തോന്നണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ബുദ്ധിമുട്ട് ആ കുട്ടി ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവും. ഇത് കംപ്ലീറ്റ്ലി മെൻ്റൽ ട്രോമ ആണ് കേട്ടോ. അല്ലാണ്ട് ഇവിടെ സ്ത്രീധനത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഫിസിക്കൽ അബ്യൂസോ അല്ല. വെറും നമ്മളുടെ പെരുമാറ്റത്തിൽ, ഈ ഇൻലോസിൻ്റെ പെരുമാറ്റത്തിൽ വരുന്ന പ്രശ്നം കൊണ്ട് ഇവരനുഭവിക്കുന്ന മെൻ്റൽ ട്രോമ. പക്ഷേ എല്ലാ ഇൻലോസും ഇങ്ങനെയാണെന്ന് ഞാൻ പറയില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 90% ആണ് ഇങ്ങനെ. ബാക്കി ഒരു 10% ഇല്ലേ, അടിപൊളിയാണ്. അങ്ങനത്തെ എക്സ്പീരിയൻസും ഷെയർ ചെയ്ത ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക്. രാത്രി ഇവൾ വർക്കൊക്കെ കഴിഞ്ഞ് ഒരു മൂവി കാണാനൊക്കെ വേണ്ടി വീക്കെൻഡ്സിൽ ഇരിക്കുമ്പോൾ അവൾക്ക് കൂട്ടായിട്ട് ഒറ്റയ്ക്ക് ഇരിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് അവളുടെ ഇൻലോസ് അവളുടെ കൂടെ ഇരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ചില്ലിങ് ഔട്ട് ടുഗെദർ. അതുപോലെ തന്നെ ആൾക്ക് കുക്കിങ്ങും ഒട്ടും അറിയില്ല. അപ്പോൾ അവളെ മദർ ഇൻ ലോ പറഞ്ഞു, നിനക്ക് കുക്കിംഗ് അറിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, എന്തെങ്കിലും കട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഹെൽപ്പ് ചെയ്തോ, ബാക്കി കുക്കിംഗ് എല്ലാം ഞാൻ ചെയ്തോളാം. സിമ്പിൾ. ഇത്രയും അടിപൊളിയായിട്ടും സിമ്പിളായിട്ടും ഡീൽ ചെയ്യുന്ന ഇൻലോസും ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഇതിനെ അനലൈസ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ഈ മദർ ഇൻ ലോസൊക്കെ ഓൾമോസ്റ്റ് ഒരു ലേറ്റ് 30s അല്ലെങ്കിൽ ഒരു ഏർലി 40s ആയിരിക്കുമല്ലോ ഉണ്ടാവുക. ചിലവർക്ക് നിയർലി ഒരു മെനപ്പോസിൻ്റെ ഒരു സ്റ്റേജ് ആയിരിക്കും അത്. ആ സമയത്തിന് ലേഡീസിന് കുറച്ച് ക്രാങ്കിനെസ്സും അഗ്രസീവ്നെസ്സൊക്കെ ഉണ്ടാവും എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ 10% ഇൻലോസിന് എന്താ ഇതൊന്നും ഇല്ലേ? സംഭവം ഹോർമോൺസോ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. നമ്മളുടെ സ്വഭാവം, നമ്മളുടെ പെരുമാറ്റം തന്നെയാണ്. കാരണം ഈ പറഞ്ഞ ആളുകൾ പുറത്തിറങ്ങിയ എക്സ്ട്രാ ഡീസൻ്റ് ആണ്. വളരെ നല്ല സ്വഭാവവും വളരെ നല്ല പെരുമാറ്റവും പിന്നെ ഖുറാൻ ക്ലാസ്സും അങ്ങനെ എന്തെന്നില്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ ഇനി ഇൻലോസ് ആവാൻ പോണവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. മാത്രമല്ല, കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ വീട്ടിലേക്കുള്ള സെർവൻ്റ് അല്ല, അത് നിങ്ങളുടെ മകൻ്റെ ഭാര്യയാണ്. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്നൊരു കാര്യമാണ് പെൺകുട്ടികളെ കിട്ടാനില്ല, അതുപോലെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. എന്താ കാരണം? എൻ്റെ ഒരു ഫ്രണ്ട്, ഷീ ഈസ് ദ എൽഡസ്റ്റ് ഓഫ് ഹർ ഫാമിലി ആൻഡ് ആൾക്ക് താഴെ 4 സിസ്റ്റേഴ്സാണ് കേട്ടോ. അവർ ടോട്ടലി 5 മക്കളാണ്. ഇവളാണ് മൂത്ത മകൾ. അപ്പോൾ ഈ മൂത്ത മകളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ താഴെയുള്ളവർ കാണുന്ന എന്താ, ഇവൾ ഇൻലോസിൻ്റെ പ്രഷർ കാരണവും പിന്നെ അങ്ങനെ പല കാരണങ്ങളാലും സ്ട്രഗിൾ ചെയ്യുന്നൊരു എൽഡർ സിസ്റ്ററാണ് ഇവർ കാണുന്നത്. ഇത് കണ്ടിട്ട് അതിൻ്റെ നേരെ താഴെയുള്ള അനിയത്തി പറയാണ്, എനിക്ക് കല്യാണം വേണ്ട, നിങ്ങൾ എൻ്റെ താഴെയുള്ള അനിയത്തിക്ക് വേണേൽ കല്യാണം നോക്കിക്കോ. അതുപോലെ എൻ്റെ വേറൊരു ഫ്രണ്ട്, ആളുടെ ലവ് മാരേജ് ആണ്. അപ്പോൾ പിന്നെ ഇങ്ങനത്തെ പ്രഷറോ കാര്യങ്ങളോ ഒന്നും വീട്ടിൽ പോയി അവതരിപ്പിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള സ്കോപ്പും ഇല്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ ഒരു 4-5 വർഷത്തേക്ക് ഞങ്ങളായിട്ടൊന്നും ഒരു കോണ്ടാക്റ്റും ഇല്ലായിരുന്നു കേട്ടോ.
ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10 വർഷത്തിനൊക്കെ ശേഷം നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റിയത് എന്ത്, ഷീ വാസ് ഇൻ ഡിപ്രഷൻ. ആകെ ഡിപ്രഷനിലോട്ട് പോയി ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ വല്ലാത്തൊരു മെൻ്റൽ സ്റ്റേറ്റായി പോയി എന്നാണ് പറഞ്ഞത്. പിന്നെ അന്നത്തെ ഒരു ഏജിൽ നമുക്ക് ഇതിനൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും അറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 30s നമ്മളിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും. കാരണം നമ്മളെ കൂടെയുള്ള ഇൻലോസ് ചേഞ്ച് ആവുന്നില്ല. പക്ഷെ നമ്മളുടെ പ്രശ്നങ്ങളുടെ സിവിയറിറ്റി നല്ലോണം കുറയുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ്? ആസ് ഏജ് പ്രോഗ്രസ്സസ് നമ്മൾ പഠിക്കുകയാണ് ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഇവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്. ഞാനൊരു 90s കിഡ്സിൻ്റെ ഷൂവിൽ നിന്നിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. ഇപ്പോഴത്തെ സിനാരിയോ ഈസ് മച്ച് ബെറ്റർ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി കല്യാണം കഴിക്കാൻ പോണ കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രമാണ്. ഇസ്ലാമിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻലോസിൻ്റെ കൂടെ നിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്ക് വേറെ തന്നെ ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ഇനി ഇൻലോസിൻ്റെ കൂടെ നിൽക്കുന്നവരാണെങ്കിൽ കല്യാണത്തിന് മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്യൂച്ചർ പാർട്ട്ണറായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഗിവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ്. അതിനിപ്പോൾ എത്ര വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് വേണം. പിന്നെ ഗുഡ് റിലേഷൻഷിപ്സ് കീപ്പ് ചെയ്യാൻ നമ്മളെപ്പോഴും ഒരു ഡിസ്റ്റൻസിൽ നിൽക്കുന്നതാണ് നല്ലത്. എന്ന് വിചാരിച്ചിട്ട് ഇൻലോസിനെ നോക്കാണ്ട് എവിടെയെങ്കിലും പോയി താമസിക്കണമെന്നോ അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയണത്. കൂടെ നിൽക്കുന്നതിനേക്കാളും നല്ല റിലേഷൻഷിപ്പായിരിക്കും നമ്മൾ കുറച്ച് അകലെ നിൽക്കുമ്പോൾ. അപ്പം ഞാനീ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മൾ സംസാരിച്ച് എവിടെ എത്തിയത് വല്ല ഐഡിയ ഉണ്ടോ? നമ്മൾ എത്തിയിട്ടുള്ളത് കോയമ്പത്തൂരിൽ ഫ്ലവർ മാർക്കറ്റിലാണ്. പിന്നെ നേരത്തെ നമ്മൾ ബിരിയാണി കഴിച്ചില്ലേ, അത് പാലക്കാട് അപ്പ് ടൗണിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റാവുത്തർ ബിരിയാണി കേട്ടോ. അപ്പോൾ പാലക്കാട് പോകുന്നവർക്ക് അതൊരു മസ്റ്റ് ട്രൈ ആണേ. അപ്പോൾ വീഡിയോ കാണുന്നതിനോടൊപ്പം കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു രീതിയിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.